ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. 10ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാം എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്തല്ലോ. സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ എഴുതി നല്ല മിടുക്കരായിട്ടിരിക്കുകയായിരിക്കും. ഇനി സയൻസ് പഠിക്കാനായിട്ട് നമ്മളുടെ ആകെ 1.5 ദിവസമേ ഉള്ളൂ. പേടിക്കാൻ ഒന്നുമില്ല, എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിച്ചിട്ടുണ്ടാവുന്നു. കുറേയേറെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അറിയാം. ഇപ്പോ 10th ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ പേടിക്കേണ്ടതായിട്ട് ഒരു കാര്യവും ആകെ 2 ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് 1.5 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ പഠിക്കാനുള്ളൂ. ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫുൾ ലെസൺ ഉണ്ട്. ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡിലെ ആകെ ഹാഫ് ദ ലെസൺ മാത്രമേ ഉള്ളൂ. ബാക്കി പകുതി ചാപ്റ്റർ നമുക്ക് ഡിലീറ്റഡ് പോർഷൻ ആണ്. അപ്പൊ ഇതുവരെ ബുക്ക് എടുത്ത് തുറന്നു നോക്കാത്തവർക്ക് പോലും പഠിച്ചെടുക്കാവുന്ന അത്രയ്ക്കേ ഫിസിക്സിലുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു റിവിഷൻ ആണ്, റിവ്യൂ ആണ്. റിവിഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, ഫോർമുലാസ്, തിയറി, കൺസെപ്റ്റ്സ് എന്തൊക്കെ ഓർത്തിരുന്നാലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാന്നുള്ളതാണ് ഈ ഒരു റിവിഷൻ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലൂടെ ഒന്ന് ഓടിക്കുക. ഓക്കെ ഇത്രയും പോയിന്റ്സ് ഒക്കെ എന്റെ മനസ്സിലുണ്ട്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു കോൺഫിഡൻസ് ബിൽഡറും കൂടെയാണ്. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. വളരെ ചുരുങ്ങിയ എന്താ പറയാ കണ്ടന്റോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഓർത്ത് വെക്കേണ്ടതെന്നുള്ളതോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ 2 ഫിനോമിനാസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, രണ്ടാമത്തേത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റി പറയുമ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന 2 ലോസ് ഉണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. രണ്ടാമത്തെ ലോ പറയുന്നത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഈ 2 ലോസ് ഒന്ന് മനസ്സിലെടുത്ത് വെക്കുക. അതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. നമുക്ക് അറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നുണ്ടെങ്കിൽ ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പൊ ഇവിടെ നമ്മൾ നോർമൽ വരച്ചാൽ ഈ ആംഗിളിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് മാർക്ക് ചെയ്യുക. അതേ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്നും റിഫ്ലക്ഷൻ എന്താണെന്നും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോ മാറ്റർ വാട്ട് കൈൻഡ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് യു ആർ യൂസിങ്. ഓക്കെ, അത് പ്ലെയിൻ മിറർ ആയിക്കോട്ടെ, സ്പെരിക്കൽ മിറർ ആയിക്കോട്ടെ, എല്ലാ മിറേഴ്സിനും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി സ്പെരിക്കൽ മിറേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പ്ലെയിൻ മിററിനെ കുറിച്ച് നമ്മൾ അത്രയധികം പഠിക്കുന്നില്ല. പ്ലെയിൻ മിറർ വെർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നു, എറക്റ്റ് ഇമേജ് ഉണ്ടാക്കുന്നു, ലാറ്ററൽ ഇൻവേർഷൻ ആണ് ഉള്ളത്, സെയിം സൈസ് ഇമേജ് ആണ്, ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്പെരിക്കൽ മിറേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് ടേംസ് ആണ് ആദ്യം പഠിക്കുന്നത്. പോൾ എന്താണെന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടായിരിക്കും സ്പെരിക്കൽ മിററിന്, അതിന്റെ മിഡ് പോയിന്റിനെയാണ് പോൾ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്പെരിക്കൽ മിറർ ഒരു സ്പിയറിന് കട്ട് ചെയ്തെടുത്ത പോലെയാണ് ഉണ്ടാവുക അല്ലെ. ഇപ്പൊ ഇതാണ് നമ്മളുടെ കോൺകേവ് മിറർ. ഇതിനെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ സ്പിയർ ആയിട്ട് മാറും. ആ സ്പിയറിന്റെ സെന്റർ, ഏത് സ്പിയറിൽ നിന്നാണോ ആ സ്പെരിക്കൽ മിറർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കുക അതിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇനി ആ സ്പിയറിന്റെ തന്നെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സെന്റർ ഓഫ് കർവേച്ചറും പോളിനും ഒക്കെ കണക്ട് ചെയ്തിട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. അതിനൊരു എൻഡ് ഉണ്ടാവില്ല. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എത്രയും ദൂരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കാവുന്ന ഒരു ലൈനാണ്. അതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് അല്ലെ. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് പാരലൽ റേസ് ഓഫ് ലൈറ്റ്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൽ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന റേസ് ഓഫ് ലൈറ്റ് ഏത് സ്ഥലത്താണോ കൺവേർജ് അല്ലെങ്കിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം. അതായത് കോൺകേവ് മിറർ ആണ് നമ്മൾ കൺവേർജിംഗ് ഉപയോഗിക്കാറുള്ളത്. കോൺകേവ് മിററിന്റെ പേരാണ് കൺവേർജിംഗ് മിറർ എന്നുള്ളത് അല്ലെ. കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം. ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ളത്. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഈ പ്രിൻസിപ്പൽ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി മിററിന്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സ്പെരിക്കൽ മിറർ അല്ലെ. അപ്പൊ ഈ ഒരു ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസിനെ പറയുന്ന പേരാണ് അപ്പർച്ചർ എന്നുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്പെരിക്കൽ മിറേഴ്സിനെ സംബന്ധിച്ച്, അത് കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും, സ്പെരിക്കൽ മിററിനെ സംബന്ധിച്ച് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ 32 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? 16 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആദ്യത്തെ ഫോർമുല. ഓക്കെ, ഇനി റേ ഡയഗ്രംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റേ ഡയഗ്രംസ് എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവാം.
ഡയഗ്രാം നമുക്ക് വരയ്ക്കാനായിട്ട് ചോദിക്കാൻ പറ്റില്ല, പക്ഷെ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മിറേഴ്സിനെ സംബന്ധിച്ച് 4 റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഒന്നാമത്തെ റൂൾ പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ 2 പിക്ചേഴ്സ് ഒന്ന് മനസ്സിലൊന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചേ. പാരലൽ റേസ് ഓഫ് ലൈറ്റ്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിനോട് പാരലൽ ആയിട്ട് ഇൻസിഡന്റ് റേ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിയാ കടന്നു പോകേണ്ടത്? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് കടന്നു പോകേണ്ടത്. കോൺകേവ് മിററിനെ സംബന്ധിച്ച് ഇറ്റ് ഗോസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. സി, നമ്മൾ ഈ ഡയഗ്രത്തിന്റെ ഷേപ്പ് മാത്രം നോക്കി വെച്ചാൽ പോരാ, അത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് വേണം മനസ്സിൽ വെക്കാനായിട്ട്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നു, ഈ കടന്നു പോകുന്ന പോയിന്റിന് എഫ് എന്ന് പകരം സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോങ് ഡയഗ്രാം ആണ്. കാരണം റൂൾ എന്താ പറയുന്നത്? പാരലൽ റേസ് ഓഫ് ലൈറ്റ് മസ്റ്റ് പാസ് ത്രൂ ദ ഫോക്കസ്. ആ കടന്നു പോകുന്ന പോയിന്റിനെ ഫോക്കസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. കോൺവെക്സ് മിററിനാണെങ്കിൽ ഈ പാരലൽ റേസ് ഓഫ് ലൈറ്റ് വിൽ അപ്പിയർ ടു ഗോ ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ. ദിസ് റിഫ്ലക്റ്റഡ് റേ ഈസ് അപ്പിയർ ടു കം ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ആ ഡോട്ടഡ് ലൈൻ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിനെ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം? കറക്റ്റ് ആയിട്ട് എഫ് എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് എഫിനും സിനും ഇടയ്ക്ക് മാർക്ക് ചെയ്യാൻ പാടില്ല, സി ആയിട്ട് മാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഡയഗ്രാംസ് നമുക്ക് ഇതേ രൂപത്തിലുള്ള ഡയഗ്രാംസ് ആയിരിക്കും തരിക. കറക്റ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് എഫിലൂടെ കടന്നു പോകുന്ന ഡയഗ്രാം അതായിരിക്കണം നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ റൂൾ പറയുന്നത് ഇൻസിഡന്റ് റേ ഇഫ് ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ്. ഇതാണ് ഇൻസിഡന്റ് റേ. ഓക്കെ, ഇൻസിഡന്റ് റേ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് റേ മസ്റ്റ് ബി പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും 2 ഡയഗ്രാം ഉണ്ട്, ഓർത്ത് വെക്കാം. ഓക്കെ, മൂന്നാമത്തെ റൂൾ പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു ലൈൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇതാണ് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ലൈൻ. ദാറ്റ് ലൈൻ വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത്. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച് അതിന്റെ അതേ പൊസിഷനിലൂടെ തന്നെ, അതേ പാത്തിലൂടെ തന്നെ റീട്രേസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുപോലെ ഡയഗ്രാം തന്നിട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ലെറ്റർ ഏതാണ്? സി ആണ്. അത് എഫ് ആണെങ്കിൽ നമ്മുടെ ഡയഗ്രാം തെറ്റിപ്പോയി അല്ലെ. എഫ് ആയിരുന്നെങ്കിൽ എന്താണ്? പാരലൽ ആയിട്ടാണ് റിഫ്ലക്റ്റഡ് റേ കടന്നു പോകേണ്ടത്. അപ്പൊ ഈ ഡയഗ്രാംസ് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കുമ്പോൾ ഷേപ്പ് മാത്രം നോക്കിയാൽ പോരാ, അവിടെ നമ്മൾ ക്രോസ് ചെയ്യുന്ന ആ പോയിന്റിന് എഫ് എന്നാണോ സി എന്നാണോ ഒക്കെ ഉള്ളത് മാർക്ക് ചെയ്തിട്ടുള്ളത് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന റേസ് ഓഫ് ലൈറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത് എന്നുള്ളതാണ് തേർഡ് റൂൾ. ഇനി ഫോർത്ത് റൂൾ പറയുന്നത് പോളിൽ ഇൻസിഡന്റ് ചെയ്യുന്ന rays of light. Okay, a ray of light when obliquely incident at the principal axis, it will also reflect obliquely. ഒബ്ലീക്ക് ആയിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസിഡന്റ് റേ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും റിഫ്ലക്റ്റഡ് റേ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് 4 റൂൾസ്. ഈ റൂൾസിനെ സംബന്ധിച്ച് നമ്മൾ 8 ഡയഗ്രാം ഞാനിവിടെ കാണിച്ചു, ഓരോന്ന് വീതം കോൺകേവിനും കോൺവെക്സിനും. ഓക്കെ, ഇനി കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ ഉണ്ട്, അതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പൊസിഷൻ ഓഫ് ദ ഒബ്ജെക്ട്, പൊസിഷൻ ഓഫ് ദ ഇമേജ്, സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ് പറഞ്ഞിട്ട് ഈ ടേബിള് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, കാരണം ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇത് നമ്മളുടെ ABCD ആണ്. ഓക്കെ, അപ്പൊ ഈ ABCD ആൽഫബറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായാലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വേർഡ്സ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടേബിളിലുള്ള ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും പഠിക്കുക. ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ ഇമേജ് വിൽ ബി ഫോമിംഗ് അറ്റ് ദ ഫോക്കസ്. നേച്ചർ എന്തായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. സൈസ് എന്തായിരിക്കും? ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. ഇനി നമ്മൾ ഒബ്ജക്റ്റിനെ കുറച്ചുകൂടെ മിററിന് അടുത്തോട്ട് നീക്കുകയാണ്, ബിയോണ്ട് സീലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബിക്കം ലിറ്റിൽ ബിഗർ. അതായത് ഹൈലി ഡിമിനിഷ്ഡ് മാറിയിട്ട് ഡിമിനിഷ്ഡ് ആയിട്ട് മാറും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് തന്നെയാണ്. ഇമേജ് വിൽ ബി ഫോമിംഗ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി. ഇനി നമ്മൾ കുറച്ചുകൂടെ മിററിന്റെ അടുത്തോട്ട് നീക്കി, അതായത് അറ്റ് സിയിൽ കൊണ്ടുവന്നു. അപ്പൊ ആദ്യം ഹൈലി ഡിമിനിഷ്ഡ് ആയിരുന്നു, പിന്നെ ഡിമിനിഷ്ഡ് ആയി, പിന്നെ സെയിം സൈസ് ആയി. അതിന്റെ അർത്ഥം എന്താണ്? ഇമേജിന്റെ സൈസ് ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അറ്റ് സിയിൽ വെക്കുമ്പോഴാണ് ഇമേജ് വിൽ ഓൾസോ ബി ഫോമിംഗ് അറ്റ് സി, സെയിം സൈസ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഇനി ബിറ്റ്വീൻ എഫ് ആൻഡ് സിയിൽ വെക്കുവാണെങ്കിലോ ഇമേജ് ഇസ് ഗോയിങ് ടു ബി എൻലാർജ്ഡ്, സ്റ്റിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ബിയോണ്ട് സിയിലാണ് നമുക്ക് ഇമേജിന്റെ പൊസിഷൻ കിട്ടുന്നത്. ഇനി എപ്പോഴാണ് കോൺകേവ് മിറർ വെർച്വൽ ഇമേജ് ഉണ്ടാക്കുക? ഒരേ ഒരു പൊസിഷനിലാണ് കോൺകേവ് മിറർ ഫോമിംഗ് വെർച്വൽ ഇമേജ്. എവിടെയാണത്? when the object is placed very close to the mirror. എഫിനും പിക്കും ഇടയ്ക്ക് വെക്കുമ്പോഴാണ് ഇമേജ് വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ബിഹൈൻഡ് ദ മിറർ ആണ് ഫോം ചെയ്യുക, എൻലാർജ്ഡ് ആയിരിക്കും, സൈസ് വലുതായിരിക്കും. ഓക്കെ,
ഇനി കോൺകേവ് മിററിന്റെ യൂസസ് സെർച്ച് ലൈറ്റില്, ടോർച്ച് ലൈറ്റില്, ഹെഡ് ലൈറ്റ്സ് ഓഫ് ദ വെഹിക്കിൾസ്, ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഡെന്റിസ്റ്റ് ടീത്തിന്റെ ഒക്കെ ലാർജർ വ്യൂ ഓഫ് ദ ക്യാവിറ്റീസ് കാണാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സോളാർ ഫർണസസിൽ നമ്മളുടെ സൺലൈറ്റിന് ഫോക്കസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കോൺകേവ് മിറർ ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ മിറർ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദിസ് സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ്? സെർച്ച് ലൈറ്റിലുണ്ട്, ടോർച്ചിലുണ്ട്, ഹെഡ് ലൈറ്റ് ഓഫ് ദ വെഹിക്കിൾസിലുണ്ട്, ഷേവിംഗ് മിറർ, അതുപോലെ മിറർ യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ്, സോളാർ ഫർണസസ് ആൻഡ് സോളാർ കുക്കേഴ്സ്, ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണ്. ഇനി ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിറർ രണ്ട് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. വെൻ ദ ഒബ്ജക്ട് എപ്പോഴും കോൺവെക്സ് മിറർ ആണോ, കണ്ണടച്ച് നമുക്ക് പറയാം വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിമിനിഷ്ഡ്. ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് പൊസിഷൻ വിൽ ബി അറ്റ് ദ ഫോക്കസ് ബിഹൈൻഡ് ദ മിറർ. ഇനി ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ദ പോൾ വെച്ചാലോ, ബിറ്റ്വീൻ പി ആൻഡ് എഫ് ബിഹൈൻഡ് ദ മിറർ. ഡിമിനിഷ്ഡ് തന്നെയായിരിക്കും, വെർച്വൽ ആൻഡ് ഡയറക്റ്റ് ആയിരിക്കും. കോൺവെക്സ് മിററിന്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് റെയർ വ്യൂ മിറർ, സൈഡ് മിറർ ഉണ്ടല്ലോ വെഹിക്കിൾസിന്റെ, അവിടെയാണ് കോൺവെക്സ് മിററിന് ഏറ്റവും അധികം യൂസ് വരുന്നത്. കാരണം അത് ഒരു വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പുറകിലുള്ള ട്രാഫിക് കാണാൻ പറ്റും. ഇനി ചെറിയ ഇമേജ് ആണ് ഉണ്ടാക്കുക, എറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാക്കുക. അപ്പൊ ഏത് വെഹിക്കിൾ ആണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈൻ കൺവെൻഷൻ ബൈ ഫോർ റിഫ്ലക്റ്റിംഗ് ആൻഡ് സ്പെരിക്കൽ മിറേഴ്സ്, ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. കാരണം ഒറ്റ വീഡിയോയിൽ ഒറ്റ സ്ലൈഡ് ആയിട്ട് ഞാൻ എല്ലാ എന്താ പറയാ യു, വി, എഫ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, ഇവിടെ എല്ലാം, അതുപോലെ പവർ, റേഡിയസ് ഓഫ് കർവേച്ചർ, ഒബ്ജക്ട് ഡിസ്റ്റൻസ്, മാഗ്നിഫിക്കേഷൻ, ഇതിന്റെ എല്ലാത്തിന്റെയും സൈൻ കൺവെൻഷൻ ഒറ്റ ടേബിൾ ഫോമിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നിങ്ങൾ അത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മിറർ ഫോർമുല 1/f is equal to 1/v plus 1/u. അപ്പൊ ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന രണ്ടാമത്തെ ഫോർമുല. ആദ്യത്തെ ഫോർമുല എന്തായിരുന്നു? f is equal to r/2 അല്ലെങ്കിൽ r is equal to f into 2 എന്നുള്ളതാണ്. രണ്ടാമത് പഠിക്കുന്ന ഫോർമുലയാണ് 1/f is equal to 1/v plus 1/u. ഇത് കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും നമുക്ക് യൂസ് ചെയ്യാം. വിത്ത് പ്രോപ്പർ സൈൻ കൺവെൻഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സൈൻ കൺവെൻഷന്റെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. മാഗ്നിഫിക്കേഷൻ m is equal to hi/ho which is equal to -v/u. ഇതാണ് തേർഡ് ഫോർമുല ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആകെ നമ്മൾ 5-6 ഫോർമുലയെ പഠിക്കുന്നുള്ളൂ. അതിൽ മൂന്നാമത്തെ ഫോർമുലയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ. ഓക്കെ, മാഗ്നിഫിക്കേഷന്റെ സൈൻ ഒക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് ഹാഫിൽ വരുന്നത്. റിഫ്രാക്ഷൻ വെച്ചാൽ എന്താണ്? ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ഒബ്ലീക്ക് ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഐ റിപ്പീറ്റ്, ഒബ്ലീക്ക് ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ്. ആ ബെൻഡിങ്ങിനെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഒബ്ലീക്ക് എന്ന് എടുത്തെടുത്ത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? റേ ഓഫ് ലൈറ്റ് നോർമലി, അതായത് ഇത് ഒരു മീഡിയം, ഇത് മറ്റൊരു മീഡിയം, ഓക്കെ, മീഡിയം 1 ആൻഡ് മീഡിയം 2 ആണെന്ന് വിചാരിക്കുക. ലൈറ്റ് റേ ഇങ്ങനെ കടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. ഇഫ് ദ ലൈറ്റ് റേ is hitting perpendicular normal to the surface, it will not have any bending. It goes through the same medium without any bending. Okay, അപ്പൊ റിഫ്രാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ there should be at least 2 medium. That is for sure. Secondly, light ray should obliquely incident. Laws of reflection നമ്മൾ പഠിച്ചു, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്. അതിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഇവിടെ നമ്മൾ ആ റിഫ്ലക്റ്റഡ് റേക്ക് പകരമായിട്ട് റിഫ്രാക്റ്റഡ് റേ എന്ന് മാത്രം മാറ്റി ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. റിഫ്ലക്ഷൻ ആണെങ്കിൽ I is equal to R എന്നാണ് പഠിച്ചത്. പക്ഷെ റിഫ്രാക്ഷൻ ആണെങ്കിൽ sin I by sin R is a constant. ഈ ഒരു ലോയുടെ പേരാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട കാര്യം, ഡെൻസർ മീഡിയം, റെയറർ മീഡിയം, ഇങ്ങനെയുള്ള രണ്ട് മീഡിയത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെ നമ്മൾക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഡെൻസർ ആണോ റെയറർ ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് എന്ത് ഒരു ടേം നമ്മൾ ഉപയോഗിക്കും. ആ ടേമിന്റെ പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു ബെൻഡിങ് ഉണ്ടാവും. ആ ബെൻഡിങ്ങിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഒരു മീഡിയത്തിൽ, അതായത് ലൈറ്റ് ഇപ്പൊ എയറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതേസമയം അത് വെള്ളത്തിലോട്ട് പോകുമ്പോൾ അതിന്റെ സ്പീഡ് കുറയും. ഗ്ലാസ്സിലോട്ട് കടന്നു പോകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് ഒന്നുകൂടെ കുറയും. അപ്പോൾ ഓരോ മീഡിയത്തിലും സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. ഓക്കെ, ഏത് മീഡിയത്തിലൂടെയാണോ ലൈറ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും എന്നാണ് പറയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുണ്ടെങ്കിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയുള്ള മീഡിയത്തിനെയാണ് നമ്മൾ റെയറർ മീഡിയം എന്ന് പറയുന്നത്. മനസ്സിലോർത്ത് വയ്ക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഗോയിങ് ടു ബി ലെസ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഗോയിങ് ടു ബി മോർ. അങ്ങനെയുള്ള മീഡിയത്തിനെയാണ്
റെയറർ മീഡിയം എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നേരെ തിരിച്ചു വന്നാലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുതലും സ്പീഡ് ഓഫ് ലൈറ്റ് കുറവും വരുന്ന മീഡിയത്തിനെയാണ് നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. നമ്മൾ രണ്ട് മീഡിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇനി ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. അതായത് speed of light of the given medium when it is in comparison with air or vacuum. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് absolute refractive index. C/V എന്ന് പറയുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുക. സിയുടെ വാല്യൂ 3 × 10⁸ ആണ്. ലൈറ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നത് എയർ അഥവാ വാക്യത്തിലൂടെയാണ്. ബാക്കിയുള്ള മീഡിയത്തിലൂടെ എല്ലാം ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞിട്ടാണ് ഇരിക്കുക. നമുക്ക് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂസ് തരും, അതിനെ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറയും. അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏത് മീഡിയത്തിനാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് അതിലൂടെ ലൈറ്റ് സ്ലോവർ ആയിട്ടാണ് ട്രാവൽ ചെയ്യുക. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി റിഫ്രാക്ഷനിൽ നമ്മൾ സ്പെരിക്കൽ മിറേഴ്സ് പഠിച്ചു റിഫ്ലക്ഷന്റെ സമയത്ത്, അതുപോലെ റിഫ്രാക്ഷന്റെ സമയത്ത് പഠിക്കുന്നതാണ് സ്പെരിക്കൽ ലെൻസസ്. കോൺകേവ് മിററിന്റെ നമ്മളൊരു ടേബിളാർ ഫോം പഠിച്ചു, അതേപോലെ തന്നെയാണ് കോൺവെക്സ് ലെൻസിന് വരുന്നത്. കാരണം കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും രണ്ടും കൺവേർജിങ് ഇൻ നേച്ചർ ആണ്. രണ്ടും കൺവേർജിങ് ആയിട്ടുള്ള, മിററിന്റെ കേസിലെ കോൺകേവ് മിറർ, ലെൻസസിന്റെ കേസിലെ കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ടേബിളും ആ ടേബിളും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ലെൻസസിന് സി എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യില്ല, സെന്റർ ഓഫ് കർവേച്ചർ ഉപയോഗിക്കില്ല, അതിന് പകരം 2F എന്നാണ് എഴുതുക. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ടേബിളും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോകണ്ട. ഓക്കെ, 2, 3, 4 ടേബിളേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഈ ടേബിൾസ് എന്തായാലും പഠിച്ചു വെക്കുക. അതായത് കോൺകേവ് മിററിന് ഒരു ടേബിൾ ഉണ്ടായിരുന്നു, കോൺവെക്സ് മിററിന് ഒരു ടേബിൾ ഉണ്ടായിരുന്നു, കോൺകേവ് ലെൻസിനുണ്ട്, കോൺവെക്സ് ലെൻസിനുണ്ട്. ഓക്കെ, കോൺകേവ് മിററിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എന്തായാലും പഠിക്കാൻ നോക്കാം കേട്ടോ. ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ് യൂസിങ് റേ ഡയഗ്രംസ്. മിറേഴ്സിന് ഞാൻ 4 റൂൾ പറഞ്ഞു തന്നിരുന്നു, അതുപോലെ ലെൻസസിന് 3 റൂൾ ഉണ്ട്. ഓർത്ത് വെക്കുക, ഡയഗ്രം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോ ലെൻസിനെ സംബന്ധിച്ച് പാരലലി കടന്നു പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റ് വിൽ പാസ് ത്രൂ F2 ഓൺ ദ അതർ സൈഡ് ഓർ അപ്പിയർ ടു കം ഫ്രം F1 ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, സോറി, കോൺകേവ് ലെൻസ് അല്ലെ. കോൺവെക്സ് ലെൻസ് ആണ് ആദ്യത്തേത്, അത് കൺവേർജ് ചെയ്യാണ് ചെയ്യുക. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്ത് പോകും. രണ്ടാമത്തെ റൂൾ എന്താ പറയുന്നത്, ഇഫ് ദ റേ ഓഫ് ലൈറ്റ് ഇസ് ഇൻസിഡന്റ് ത്രൂ F, ഇറ്റ് passes parallel to the principal axis. അപ്പൊ ഈ രണ്ട് ഡയഗ്രംസും പഠിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞു. ഡയഗ്രം പഠിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലൈറ്റ് ഒക്കെ ഏത് പോയിന്റിലൂടെയാണ് കടന്നത്, ആ പോയിന്റിന് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം നമുക്ക് തരുന്ന ഓപ്ഷൻസിൽ ഒരേ ഷേപ്പുള്ള ഡയഗ്രംസ് ആയിരിക്കും തരിക. ആ പോയിന്റ് F എന്നാണോ C എന്നാണോ 2F എന്നാണോ എഴുതിയിട്ടുള്ളതിനനുസരിച്ച് നമ്മുടെ ഡയഗ്രത്തിൽ മിസ്റ്റേക്കും ഉണ്ടായിരിക്കും. അപ്പൊ അത് ഒന്ന് നോക്കി വെക്കാം. ഇനി മൂന്നാമത്തെ റൂൾ പറയുന്നത് എന്താണ്, ദ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ optical center will go without any deviation. Optical സെന്ററിലൂടെ കടന്നു പോകുന്ന റേ will go without any deviation. അപ്പൊ 3 റൂൾസ് ആണ് ലെൻസസിനുള്ളത്. ഇനി കോൺവെക്സ് ലെൻസിന് ഇമേജ് ഫോർമേഷന്റെ ഡയഗ്രംസ് ഉണ്ട്. നമ്മൾ ആ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്, നേച്ചർ ഓഫ് ദ ഒബ്ജക്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് പ്ലേസിലാണ് ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ഡയഗ്രംസ് അതേപടി പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിലുള്ള മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ഡയഗ്രം വരയ്ക്കാനായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇനി കോൺകേവ് ലെൻസിനാണെങ്കിൽ 2 ഡയഗ്രംസ് ആണ് ഉള്ളത്. എപ്പോഴും വെർച്വൽ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കോൺകേവ് ലെൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. മിറർ ഫോർമുല നമ്മൾ പഠിച്ചു എന്തായിരുന്നു, 1/f is equal to 1/v plus 1/u. അതുപോലെ പഠിക്കുന്ന ലെൻസ് ഫോർമുല ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, 1/v minus 1/u എന്നാണ് വരുന്നത്. മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ HI/HO. മിറേഴ്സിന് -v/I ആയിരുന്നു, പക്ഷെ ലെൻസ് ആണെങ്കിൽ ജസ്റ്റ് v/u എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ അവസാനം വരുന്ന ടോപ്പിക് ആണ് പവർ ഓഫ് എ ലെൻസ്. പവർ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ആണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 1/f എടുക്കുമ്പോൾ f ഷുഡ് ബി ഇൻ മീറ്റേഴ്സ്. സെന്റിമീറ്ററിലാണ് ഫോക്കൽ ലെങ്ത് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. പിന്നെ നമ്മൾ സൈൻ കൺവെൻഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കോൺകേവ് ആണെങ്കിൽ അത് മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് പവറും വരുന്നത്. കോൺകേവ് ലെൻസിന് പവർ നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിന്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് തിയറി ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുള്ളൂ. പിന്നെ കുറെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക്
ഞാൻ സമയം കിട്ടുവാണെങ്കിൽ ഒരു ഗസ്റ്റ് പേപ്പറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നല്ല മെഡിക്കലായിട്ട്, നല്ല ഹാപ്പി ആയിട്ട്, നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ സയൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു വിചാരിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.